തന്റെ സ്വന്തമായിരുന്ന നിഷാദരാജ്യം പകിടകളിയിലൂടെ സ്വന്തമാക്കിയ പുഷ്കരനെ നളൻ മറ്റൊരു കളിക്കായി വെല്ലുവിളിച്ചു. വെല്ലുവിളിയെ വളരെ നിസ്സാരമായി കണ്ട് പുഷ്കരൻ നളനൊപ്പം പകിടകളി ആരംഭിച്ചു. ഋതുപർണ രാജാവിൽ നിന്നും പകിടകളിയിൽ പ്രാവീണ്യം നേടിയ നളനെ പരാജയപ്പെടുത്താൻ പുഷ്കരന് കഴിഞ്ഞില്ല. നളൻ തന്റെ സമ്പത്തും സൈന്യവും തിരികെ നേടാൻ തുടങ്ങി. താമസിയാതെ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം മാത്രമല്ല, പുഷ്കരനുണ്ടായിരുന്നതെല്ലാം അവൻ സ്വന്തമാക്കി. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട പുഷ്കരൻ തന്റെ സഹോദരനായ നളനോട് കരുണയ്ക്കായി അപേക്ഷിച്ചു. ദയാലുവായ നളൻ മറുപടി പറഞ്ഞു, മുമ്പ് നിന്നോട് യുദ്ധം ചെയ്തത് ഞാനല്ല, എന്നെ സ്വാധീനിച്ചത് കലിയാണ്. ഇപ്പോൾ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കിയതിനാൽ നിന്റെ കൊട്ടാരവും എല്ലാ അവകാശങ്ങളും ഞാൻ നിനക്ക് തിരികെ നൽകുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നളരാജാവിന്റെ വിജയത്തിൽ ജനങ്ങൾ വളരെ സന്തോഷിച്ചു. ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ഉരുവിടുകയും നളനെ കിരീടധാരണം ചെയ്യുകയും ചെയ്തു. നളൻ രാജ്ഞി ദമയന്തിക്കൊപ്പം എന്നേക്കും സന്തോഷത്തോടെ ജീവിച്ചു.